ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. IPLുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളും റൂമറുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം. അതായത് ബംഗളൂരുവിൽ ഒരു പുതിയ സ്റ്റേഡിയം വരികയാണ്. 80,000 കപ്പാസിറ്റിയുള്ള ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇപ്പോൾ ബംഗളൂരു നഗരത്തിൽ വരുന്നത്. 990 കോടി രൂപയുടെ ഒരു ഡീലാണ് ഇതിനു വേണ്ടി തയ്യാറായിരിക്കുന്നത്. അതായത് ജയകുമാർ ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് ബംഗളൂരുവിൽ പുതിയ ഒരു സ്റ്റേഡിയം വരുന്നു എന്ന് പറയുമ്പോൾ അത് RCBക്ക് ശുഭകരമായ ഒരു കാര്യമാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും RCBക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് സ്റ്റേഡിയം മാറ്റേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇനിയിപ്പോൾ പുതിയ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുമ്പോൾ RCBക്ക് അവിടേക്ക് മാറാൻ സാധിക്കും. അതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. ഇനി കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് സുബയാൻ ചക്രബർത്തി എന്ന മാധ്യമ പ്രവർത്തകൻ നൽകിയിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ കാമറൂൺ ഗ്രീനിനെ നിലനിർത്തണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ KKRന് വലിയ സംശയമുണ്ട്. വലിയ ഒരു തുക നൽകിക്കൊണ്ടായിരുന്നു ഗ്രീനിനെ KKR സ്വന്തമാക്കിയിരുന്നത്. പക്ഷെ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല അടുത്ത IPLലെ അദ്ദേഹത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ചില സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ചില മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലനിർത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ KKRന് വലിയ സംശയങ്ങൾ ഉണ്ട് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് അത് ട്രേഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഗുജറാത്ത് ടൈറ്റൻസും അതുപോലെ തന്നെ PBKസും തമ്മിൽ ഒരു ട്രേഡ് ടോക്ക് നടക്കുന്നു എന്നാണ് രോഹിത് ജുഗ്ലാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെഹൽ വധാര നമുക്കറിയാം PBKസിന് വേണ്ടി കളിക്കുന്ന ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. പകരം ഗുർനൂർ ബ്രാർ എന്ന താരത്തെ PBKസിന് കൈമാറും ഗുജറാത്ത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ബൗളറാണ്, പേസറാണ് ഗുർനൂർ ബ്രാർ. അദ്ദേഹത്തെ കൈമാറിക്കൊണ്ട് നെഹൽ വധേരയെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഉള്ളത് എന്നാണ് റവ് സ്പോർട്സ് ഗ്ലോബലിൻ്റെ രോഹിത് ജുഗ്ലാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും അപ്ഡേറ്റുകളാണ് പുതിയതായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.